എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CT റസാഖും തിരഞ്ഞെടുപ്പ് പര്യടന തിരക്കിലാണ്. വാർഡിലെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി. നാടിൻ സേവകനായി വാർഡിൻ നായകനായി 23 വാർഡിലായി കൂട ചിഹ്നവുമായി CT വന്നേ. ഓരോ വോട്ടും റസാക്കിന് നൽകാം, കൂട ചിഹ്നത്തിൽ വോട്ടും കൊടുക്കാം. വീട്ടിലപ്പം മറക്കരുത് നമ്മളെ കാര്യം. ഇപ്പം നിങ്ങൾ നാളെ പറഞ്ഞ ഈ അംഗനവാടിൻ്റെ പ്രശ്നം ഇത് പറയുന്നതാണ്. വെള്ളം ആയതിട്ട് ഒന്നായിട്ട് ഉള്ളിക്ക് വരികയാണ്. അങ്ങനെ കുറേ അവിടുന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ജയിച്ചാൽ എന്താവും, എല്ലാവിധം ഞാനിൻ്റെ ചിഹ്നം എല്ലാം ഉണ്ട് ഇതിൽ. ഇതാണ് മെഷീന്. വാർഡ് വിഭജനത്തിനു ശേഷം പുതിയതായി രൂപം കൊണ്ട വാർഡാണ് 23 ഒതായി ഈസ്റ്റ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CT റസാഖിനെ രംഗത്തിറക്കിയതോടെ വാർഡിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഓരോ വീടുകളും കയറിറങ്ങി വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി. 3ാം ഘട്ട പര്യടനത്തിലാണ് ഇപ്പോഴുള്ളത്. പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് വോട്ട് തേടുന്നത്. വാർഡിൽ വിജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. എൻ്റെ പേര് റസാഖ് CT ആണ്. ഞാൻ 23-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ചിഹ്നം കൊടയാണ്. കൊട അടയാളത്തിൽ എല്ലാവരും വോട്ട് നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള കുറേ വികസനത്തിൽ കുറേ പോരായ്മകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷേ അത് എന്തായാലും നമ്മൾ പരിഹരിക്കും. നമ്മൾ ജയിച്ചു വന്നാൽ ഇവിടെയുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടുത്തെ എല്ലാ പോരായ്മകളും പരിഹരിക്കുക ചെയ്യും. അതുപോലെ ഇവിടുത്തെ യുവാക്കളൊരു ആവശ്യമാണ് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ഗ്രൗണ്ട് ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇവിടെ ജയിച്ചു വന്നാൽ യാതൊരു സംശയം വേണ്ട, അതായാലും നമ്മളൊരു ഗ്രൗണ്ട് സ്ഥാപിക്കുക തന്നെ ചെയ്യും. ഇവിടുത്തെ അതായത് യുവാക്കളെ ഏറ്റവും വലിയൊരു ആവശ്യമാണത് ഗ്രൗണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ അംഗനവാടികൾ, അതായത് അംഗനവാടികൾ ഞങ്ങൾ എന്തായാലും ജയിച്ചു വന്നാൽ ഹൈടെക് അംഗനവാടികളാക്കി അത് മാറ്റും. സംസ്ഥാനത്ത് 4ാമത് ആയിട്ട് നിൽക്കുന്ന പഞ്ചായത്താണ് എടവണ്ണ പഞ്ചായത്ത്. നമ്മളെ ലൈഫ് ഭവന പദ്ധതിയിൽ 860 വീടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ വാർഡിലും ഇനി അതിൽ ആരെങ്കിലും ബാക്കി ഇനി ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇതിന് ഞങ്ങൾ വീട് കൊടുക്കും, ഇനി ബാക്കി ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മളെ അതായി ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളെ പഞ്ചായത്ത് തന്നിട്ടുണ്ട്. ഇനി അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതും ഞങ്ങൾ എന്തായാലും ഇവിടെ ജയിച്ചു വന്നാലും നടപ്പാക്കും. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൊട അടയാളത്തിൽ നിങ്ങളെല്ലാവരും വോട്ട് നൽകിക്കൊണ്ട് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നും മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്കൂൾ വർക്ക് നടത്തുന്ന സമയത്ത് ഈ വാർഡുകളിലൂടെ സഞ്ചരിക്കുമ്പം ഈ വാർഡിലെ ഒരുപാട് വികസന പോരായ്മകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പല റോഡുകളും അതുപോലെ തന്നെ പല പല വികസനങ്ങളുടെ വിഷയങ്ങളും നാട്ടുകാരെ പരാതികളൊക്കെ ഈ 22-ാം വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഒരുപാട് പോരായ്മകൾ ഇപ്പോൾ നിലവിൽ ഈ വാർഡിൽ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ വാർഡിലെ ഒരു വികസനത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഇനി വരുന്ന 5 കൊല്ലം മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഈ വാർഡിലെ മുഴുവൻ ആൾക്കാരും പ്രിയങ്കരനായ സാരഥി CT റസാഖിനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൊട അടയാളത്തിൽ നിങ്ങൾ ഓരോ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോ വീടുകളിലും ഞങ്ങൾ കയറുമ്പം 2000 റുപ്യയായിട്ട് പെൻഷൻ ഉയർത്തിയത് ഈ നാട്ടിലെ ഒരുപാട് സാധുക്കൾക്ക് നല്ല ആശ്വാസമായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഇപ്പം പുതിയ പദ്ധതിയായിട്ട് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ അത് ഉത്തരവിറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ ആളുകളും നല്ല നല്ല പ്രതികരണമാണ് നടത്തുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഈ നാട്ടിലെ യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് ഒരു ഉറപ്പ് കൊടുക്കാനുള്ളത്, ഈ വാർഡിൽ നിന്ന് CT റസാഖ് മെമ്പറായിട്ട് വരികയാണെങ്കിൽ ഈ വാർഡിനകത്തൊരു ചെറുപ്പക്കാർക്ക് കളിക്കാനൊരു സ്റ്റേഡിയം ഞങ്ങൾ നിർമ്മിക്കും എന്നുള്ളത് ഉറപ്പ് നൽകുകയാണ്. ഇപ്പം കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് എടവണ്ണ പഞ്ചായത്തിൽ 4ഓളം വാർഡുകളിൽ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. 2 വാർഡുകളിൽ പണി കഴിഞ്ഞു, 2 വാർഡുകളിൽ ഫണ്ട് വെച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉറപ്പ് തരികയാണ്, ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കീഴിൽ അതായത്
ഒരു വാർഡ് മെമ്പർ CT റസാക്ക് വരികയാണെങ്കിൽ 100% ഈ വാർഡിനകത്തൊരു ഗ്രൗണ്ട് ഞങ്ങൾ സ്ഥാപിക്കും. എല്ലാ സൗകര്യമുള്ള വായനശാല, ആയിരക്കണക്കിന് പുസ്തകങ്ങളും ബിൽഡിങ്ങുകളൊക്കെ ഉള്ള വായനശാല വർഷങ്ങളായിട്ടിപ്പം പൂട്ടിക്കിടക്കുകയാണ്. ഈ നാട്ടിൽ ഞങ്ങൾ ഉറപ്പ് തരികയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ മെമ്പർ ഇവിടെ ജയിച്ചു വന്നാൽ ആ വായനശാല ഞങ്ങൾ സജീവമാക്കി ഈ നാട്ടിലെ യുവാക്കൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേറിയതിന് ശേഷം 867 വീടുകളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മുന്നേയുള്ള ഭരണസമിതി UDF ഭരണസമിതിയിൽ 5 വർഷം കൊണ്ട് 78 വീടുകൾ മാത്രമാണ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ UDF ഭരണസമിതി തടഞ്ഞു വെച്ച 367ഓളം പെൻഷനുകൾ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി അഭിലാഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുഴുവൻ പെൻഷനുകളും പാസ്സാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പെൻഷൻ അപേക്ഷയോ ലൈഫ് വീടിനുള്ള അപേക്ഷ പോലും ഒരെണ്ണം പോലും പെൻഡിങ് ആവാതെ മുഴുവൻ അപേക്ഷകൾക്കും വീട് നൽകിയ, പെൻഷൻ നൽകിയ ഒരു ഭരണസമിതിയെ തുടർ ഭരണം ഏൽപ്പിക്കുന്നതിനായിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CT റസാക്കിനെ കുട അടയാളത്തിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തണമെന്നും, അതുപോലെ തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFൻ്റെ പക്വതയില്ലാത്ത സ്ഥാനാർത്ഥി നിർണയം വളരെ ശ്രദ്ധേയമാണ്. UDFനുള്ളിൽ തന്നെ ചേരിപ്പോര് നടക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം LDFന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ ഇടയാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആയതിനാൽ CT റസാക്കിനെ കുടയടയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, ക്ലാഡിംഗ് സ്റ്റോൺസ്, പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. Emirates Tiles and Sanitaries near Sidi Haji Bridge, Nilambur Road, Edavanna. Phone 7034 516831.